ഹലോ. മലയാളത്തിലെ ഏറ്റവും മികച്ച താരജോഡികളിൽ ഒന്നാണ് മമ്മൂട്ടിയും സുഹാസിനിയും. മലയാളികൾ ഇന്നും സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു കൂട്ടുകെട്ട്. 1980കളുടെ തുടക്കത്തിലാണ് കൂടെവിടെ എന്ന സിനിമയിലൂടെ സുഹാസിനി മലയാളത്തിലേക്ക് വരുന്നത്. ആ സിനിമയിലാണ് മമ്മൂട്ടിയും സുഹാസിനിയും ആദ്യമായി അഭിനയിക്കുന്നത്. ആ സിനിമയിലൂടെ തന്നെ സുഹാസിനി മലയാളികളുടെ മുഴുവൻ മനം കവർന്നു. അത്രമാത്രം ചാരുതയോടുകൂടിയാണ് അവർ ആ സിനിമയിൽ അഭിനയിച്ചത്. മമ്മൂട്ടിയുടെ ഗാംഭീര്യമാർന്ന ആർമി ഓഫീസറും സുഹാസിനിയുടെ മൃദുലഭാവങ്ങളുള്ള ആ ഒരു സ്കൂൾ ടീച്ചറും മലയാളികളുടെ മനസ്സിൽ വളരെ വേഗം തന്നെ ഇടം നേടി. ആ സിനിമയിൽ സുഹാസിനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ പേരിനെ അന്വർത്ഥമാക്കുന്ന ആ ചിരി തന്നെയാണ്. പിന്നെ അവരുടെ ലാളിത്യമാർന്ന അഭിനയ ശൈലിയും. അവർ രണ്ടുപേരും ചേരുമ്പോഴുള്ള ആ ഒരു സ്വാഭാവികവും ഹൃദയസ്പർശിയുമായ ഒരു സ്ക്രീൻ കെമിസ്ട്രി എന്നും മലയാളികൾ ഇഷ്ടത്തോടു കൂടി നോക്കിക്കാണുന്ന എന്നാണ്. അതുപോലെ തന്നെ റഹ്മാനും ആദ്യമായി മലയാളത്തിലേക്ക് വന്ന കൂടെവിടെ എന്ന സിനിമയിലൂടെ തന്നെയാണ്. പ്രണയവും വേർപാടും എല്ലാം നമുക്ക് അനുഭവവേദ്യമായ സിനിമയാണ് കൂടെവിടെ. ഭരതൻ സംവിധാനം ചെയ്ത എൻ്റെ ഉപാസന, IV ശശിയുടെ അക്ഷരങ്ങൾ, ജോഷി സംവിധാനം ചെയ്ത കഥ ഇതുവരെ, ഫാസിൽ സംവിധാനം ചെയ്ത മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, പ്രിയദർശൻ്റെ രാഘുലിൻ രാഗസദസ്യൻ, അതുപോലെ തന്നെ ഭരതൻ്റെ തന്നെ മറ്റൊരു സിനിമയായ പ്രണാമം തുടങ്ങി എല്ലാ സിനിമകളും നമ്മളുടെ മലയാളികളുടെ മനസ്സിൽ ഇഷ്ടം നേടിയ സിനിമകൾ തന്നെയാണ്. എൻ്റെ ഉപാസനയിൽ അവർ പരസ്പരം പൊരുതുന്ന രണ്ട് കമിതാക്കൾ എന്ന് പറയാൻ പറ്റില്ല, പരസ്പരം പൊരുതുന്ന രണ്ടുപേരായിട്ടാണ് നമ്മൾ കാണുന്നത്. രണ്ടുപേരും തകർത്ത് അഭിനയിച്ച സിനിമയാണ് എൻ്റെ ഉപാസന. അതുപോലെ തന്നെ ഫാസിലിൻ്റെ മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. ഫാസിൽ സിനിമകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദൃശ്യ വിസ്മയം എന്ന് തന്നെ പറയാം ഫാസിൽ സിനിമകൾ. അത് ഈ സിനിമയിലും നമുക്ക് കാണാം. മണിവത്തൂരിലെ 1000 ശിവരാത്രികളിൽ ആ ഊട്ടിയുടെ ഭംഗിയും ആ പ്രദേശത്തിൻ്റെ ഭംഗിയും മമ്മൂട്ടിയും സുഹാസിനിയും അവരുടെ ഏറ്റവും നല്ല രൂപത്തിലും ഭാവത്തിലുമാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. പ്രണയവും അതിനെ തുടർന്നുള്ള വിരഹവും നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തൊരു സിനിമയാണ് മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. അതിൽ ആ കാടിൻ്റെ ഭംഗിയും ആ കാട്ടിലൂടെ ആ ഒരു പാട്ട് സീൻ ഉണ്ടായില്ലേ, നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി എന്ന് പറയുന്ന ആ പാട്ട്, അവർ രണ്ടുപേരും ആ സിനിമയിൽ ആ പാട്ടുമായിട്ട് വരുന്നുണ്ട്. രണ്ടും എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് അതിലുള്ളത്. പ്രിയദർശൻ്റെ രാഘുലിൻ രാഗസദസ്യൻ എന്ന സിനിമയിൽ അവർ പരസ്പരം പ്രണയിച്ച് വിവാഹിതരായതിനു ശേഷം ഈഗോ വെച്ച് പുലർത്തി പരസ്പരം പോരടിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരായിട്ടാണ് വന്നിട്ടുള്ളത്. അതിലെ പൂമുഖവാതിലിൽ സ്നേഹം വിടർത്തുന്ന പൂന്തികളാകുന്ന ഭാര്യ എന്ന പാട്ട് മനോഹരമായ പാട്ടും അതിലെ പാട്ട് സീനുകളും ഒക്കെ കണ്ടിരിക്കാൻ തന്നെ വളരെ കൗതുകമുള്ളതാണ്. വളരെയധികം അക്കാലത്ത് ഇന്നും നമ്മളെയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും നമ്മളൊക്കെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു പാട്ട് തന്നെയാണത്. അതുപോലെ തന്നെ ഭരതൻ്റെ പ്രണാമം എന്ന സിനിമയിലും അവർ ഒരുമിച്ചുണ്ടായിരുന്നു. അതിൽ സുഹാസിനി എത്ര ലാളിത്യത്തോടുകൂടിയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു പത്രപ്രവർത്തകയുടെ വേഷത്തിലാണ് അതിൽ സുഹാസിനി വന്നിട്ടുള്ളത്. അതിനുശേഷം ജോഷിയുടെ കഥ ഇതുവരെ എന്ന സിനിമയിൽ സുഹാസിനി ഒരു എയർ ഹോസ്റ്റസാണ്. എന്തൊരു സ്യൂട്ടാണ് അവർക്ക് ആ ഡ്രസ്സ്. അവർ രണ്ടുപേരും തമ്മിലുള്ള പാട്ടുകളും വളരെ മനോഹരമായിരുന്നു. അതും വളരെയധികം ഹൃദയസ്പർശിയായ ഒരു കഥയായിരുന്നു കഥ ഇതുവരെ. അതിൽ റഹ്മാനും ബേബിശാലിനിയും ഒക്കെ അവരുടെ കൂടെയുണ്ട്. ഇങ്ങനെ അവരുടെ ഓരോ സിനിമകളും നമ്മളുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന സിനിമകളാണ്. ഇന്നും അതിന് കാലാതീതമായ സിനിമകളാണ്. ഇന്നും അതിനൊന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഈ അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ സുഹാസിനി മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയുണ്ടായി. എൻ്റെ നായകന്മാരിൽ ഏറ്റവും അധികം ജെന്റിൽമാനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഇന്നും ഞാൻ അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് അവർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇത്രയധികം പരസ്പര ബഹുമാനവും സ്നേഹവും വെച്ച് പുലർത്തുന്ന രണ്ട് വ്യക്തികളാണ് സുഹാസിനിയും മമ്മൂട്ടി അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ എന്നും അഭിമാനമാണ്. അഭിനയ മികവിലായാലും സ്വഭാവ വൈശിഷ്ട്യത്തിലായാലും എന്നും ചെറുപ്പക്കാർക്ക് മാതൃകയാക്കാവുന്ന ഒരു കുടുംബജീവിതവും വെച്ച് പുലർത്തുന്ന നല്ലൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഇനിയും അവർ തമ്മിലുള്ള സിനിമകൾ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ അവർക്ക് മമ്മൂട്ടിയുടെ ജീവിതത്തിലും ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്നും ഈ അടുത്ത് അദ്ദേഹം രോഗാതുരനായി നമ്മളൊക്കെ ഒരുപാട് വിഷമിച്ച് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ വരവിന് വേണ്ടി നമ്മളൊക്കെ കാത്തിരുന്നാണ്. ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.